നെറ്റ്ഫ്ലിക്സിലൂടെ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഹാവോക്ക്. ആൻഡ് ഈ സിനിമ കാത്തിരിക്കാനുള്ള പ്രധാന കാരണം ദ റെയ്ഡ് സീരീസിന്റെ ഡയറക്ടറുടെ മൂവി ആൻഡ് ഈ സിനിമയുടെ ട്രെയിലർ ഓഫർ ചെയ്തിട്ടുള്ള ആ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഫീല് അതൊക്കെ തന്നെയായിരുന്നു. ആൻഡ് ഈ ഒരു പടം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. പടം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയാ, ഒരുപാട് പോസിബിലിറ്റീസ് ഈ പടം കിടിലനാക്കാനായിട്ട് ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും പ്രോപ്പറായിട്ട് ഉപയോഗിക്കാതെ പോയ ഒരു വേസ്റ്റഡ് പൊട്ടൻഷ്യൽ തന്നെ പറയാവുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഈ സിനിമയുടെ ആ ഒരു പ്ലോട്ട് തന്നെ കുറച്ചും കൂടി അടിപൊളിയാക്കി അതിൽ എന്തെങ്കിലും കുറെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത് കുറെ കിടിലൻ ആക്ഷൻ കൊറിയോഗ്രഫികൾ അവർക്ക് പ്ലേസ് ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായി മാറിയാണ് ഈ സിനിമ. ഇത് പക്ഷേ എന്തൊക്കെയോ സംഭവിക്കുന്നു. ഓക്കെ, പല ആൾക്കാരും വന്നു പോകുന്നു, പല ക്യാരക്ടേഴ്സിനെ ഇത് കൊണ്ട് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ വേണം പറയാം, കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടേഴ്സിന് ഒരു ലിമിറ്റ് കഴിഞ്ഞ പിന്നെ ഒന്നും ചെയ്യാനില്ല സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്ന സംഭവങ്ങൾ. അതായത് ഓക്കെ, വളരെ വീക്കായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയത്. അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് കുറെ സിറ്റുവേഷൻസിന് ആ ഒരു ഇന്റൻസിറ്റി കൂടി അവർ കൊടുത്തിരുന്നെങ്കിൽ ഈ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് വേറെ ലെവൽ തന്നെ ആയേനെ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ദ റെയ്ഡ് സീരീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ആ ഒരു ഓരോ സിറ്റുവേഷനും നമുക്ക് തരുന്ന ഒരു എന്താ പറയാ, എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ എന്നൊക്കെ പറയില്ല, ഒരു ആക്ഷൻ സീക്വൻസുകളൊക്കെ വരുമ്പോൾ എന്താ പറയാ, നമുക്ക് അത്രയും ഒരു അഡ്രിനാലിൻ റഷ് തരുന്ന ഒരു ഫീൽ അവർക്ക് ഓഫ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത് നല്ല പോലെ തന്നെ മിസ്സിംഗ് ആയിരുന്നു. ആൻഡ് അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നല്ലൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയി മാറേണ്ട ഒരു പടം തന്നെയായിരുന്നു. പടം മൊത്തത്തിൽ കണ്ടു കഴിയുമ്പോൾ ഒരു നിർവികാരത എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. ആകെ കൂടുതൽ നന്നായി തോന്നിയ ചില കാര്യങ്ങൾ ലാസ്റ്റ് ആ ഒരു ഷൂട്ട് ഔട്ടിന്റെ ഒരു ആക്ഷൻ സീക്വൻസുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. എൻ്റെ ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു എന്താ പറയാ, ഒരുപാട് നന്നാക്കാനുണ്ടായിട്ടും ഒന്നും ചെയ്യാതെ കൊണ്ട് തൊലച്ച അവസ്ഥയായിരുന്നു. സോ പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. പടം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.